കുറവാണല്ലോ. വരട്ടെ വരട്ടെ, തേങ്ങക്ക് വില കൂടുതലാ. വരട്ടെ കൂത്ത് കെട്ടിച്ചാ അങ്ങനെ തേങ്ങക്കൊക്കെ എന്താ വില എന്നറിയോ? കുലുങ്ങില്ലേ മൂത്ത തേങ്ങ 28, 29, 29 മതി. മുള്ളനല്ലേ ആർക്ക് താമസിക്കുന്നുണ്ടോ? മുള്ള മോർണ വെക്കുന്നുണ്ട്. ഗേറ്റ് ഒക്കെ അടച്ചെടുക്കണമാര്. തേങ്ങ ഇവിടെ നിർത്തി വെക്കാൻ പറ്റില്ല. അത് കൊട്ട തേങ്ങ. അത് ശരി. എന്ത് കഷ്ടാ നോക്കിയത്. മുള്ള ഈ നിലയ്ക്ക് പണി വെച്ചിരിക്കണ ആൾക്കാർ പൊളിച്ചു കൊണ്ടോണ പോലെയാണല്ലോ ഈ മുള്ളം പൊളിക്കണ. നിറച്ചുണ്ടല്ലോ ദൈവമേ. നാളികേരത്തിൽ ഇങ്ങനെ വില കൂടിയിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടാൻ. സജയ് തെങ്ങേറാൻ ആൾക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എവിടെ? തെങ്ങേറാൻ ആൾക്കാരെ കിട്ടാനില്ല. തേങ്ങക്കൊക്കെ വില കൂടിയായിരുന്നേ, കിട്ടാൻ ബുദ്ധിമുട്ടപ്പോ തെങ്ങേറാൻ. സജയ നാളെ ഇപ്പൊ എന്തായാലും പണിക്ക് വരണം. മറക്കരുത്, വരാതിരിക്കരുത്. വേറൊരു കാര്യണ്ട്, കൂലി അവിടെ വീട്ടിൽ കൊടുക്കാം. സുമേഷേ വീട്ടിൽ കൊടുക്കാട്ടോ. അപ്പൊ ശരിയാ, നീങ്ങാ നിർത്തിയേ. എന്തപ്പോ കരാറൊന്നുമില്ല. തുറച്ചോ അവിടെ നിന്ന് ആള് ബൈക്കിൽ പോയി. സുമേഷ സജി വന്നില്ലേ പണിക്ക്? അതെ, ഈ ഒരു പണി ചെയ്തേ. ഒരു 2-3 തേങ്ങ എടുത്ത അവിടുന്ന്. ഒരു പണി ചെയ്യും, അവിടെയൊക്കെ ഒരു 5-6 തേങ്ങയുടെ മുകളിൽ അടിക്കണം നമുക്ക്. ഈ ആണി തിരിച്ചടിക്കുക. അതായത് ഈ ആണി മോന മുകളിലേക്ക് വരണം, ആ ലെവലിൽ അടിക്കണം. ഒന്ന് നിരത്തിയിട്ട് ഒരു 5-6 ഒരു തേങ്ങയുടെ മുകളിൽ അടിക്കുക. ഇത് മുള്ളനെ കൊടുക്കാനുള്ള പണിയാണ്. മുള്ളൻ കടിച്ച് വലിക്കുമ്പോൾ അതിന്റെ പല്ല് നന്നാക്കാണ്ട് പൊളിയണം, ആ ലെവലിൽ തെറ്റിക്കണം. ആണി ഗ്യാപ്പാക്കിയിട്ട് ആണി തിരിച്ചടിക്കുക. യെസ് അതന്നെ. ആണ് 5-6 തേങ്ങയുടെ മുകളിൽ അടിച്ചിട്ടേ ഒരു 5-6 തെങ്ങിന്റെ കടക്കിലിട്ടോട്ടാ. അയ്യോ പണി തണ്ടാടാ. എന്താ പറ്റി മോനെ? കാലപ്പ കുപ്പിച്ചില്ലേ? നന്നായി ഉള്ളിൽ കയറിണ്ടാ? അതെല്ലേ, വെറുതെ 2 ദിവസം പണിക്ക് വരായിരുന്നായിരുന്നു. നാളെ ഇതേപോലെ കുപ്പിച്ചില് കാരണം പണിക്ക് നിക്കണ്ടാട്ടാ. അപ്പൊ അതേ ഒഴിവാക്കി. നാളെ തൊട്ട് പണിക്കും വരണ്ടാട്ടാ, വീട്ടിലിരുന്നോ.